സംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച അവസാന ഭാഗത്തിൻ്റെ സാരം വായിക്കാം. അല്ലയോ ബാലെ, ബുദ്ധിയും ഉപാധിയായ ശരീരവും ഒന്നായിട്ട് ഞാനെന്ന ചിന്തയോടെ ആത്മാവിൽ കലർന്ന രാഗങ്ങളാകുന്ന 4 വൃത്തികളെ കൂട്ടുപിടിച്ച് കർമ്മങ്ങളാൽ ബദ്ധനായി തീരുന്നു. ജീവൻ എങ്ങനെയാണ് ബന്ധനത്തിൽ അകപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ബുദ്ധിയും ഉപാധിയായ ശരീരവും. ബുദ്ധിയുടെ സൃഷ്ടിയാണ് ശരീരം. ബുദ്ധി അല്ലെങ്കിൽ അന്ധഃകരണം. അന്ധഃകരണമാണ് ശരീരം ഉണ്ട് എന്നറിയിച്ചു തരുന്നത്. അപ്പോൾ ബുദ്ധിയും ആ ബുദ്ധി സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിയുടെ സൃഷ്ടിയായ ശരീരവും ചേർന്നിട്ട് ഞാനെന്ന ചിന്തയോടെ, എല്ലാവർക്കും ദേഹാഭിമാനം ഉണ്ടല്ലോ, ഞാൻ ശരീരമാണ് എന്ന വിചാരം, ആ ഞാനെന്ന ചിന്തയോടെ ആത്മാവിൽ കലർന്ന രാഗങ്ങളാകുന്ന 4 വൃത്തികളെ കൂട്ടുപിടിച്ച്, രാഗങ്ങളാകുന്ന 4 വൃത്തികൾ, രാഗം, ദ്വേഷം, കാമം, ക്രോധം, മോഹം, മദം, മാത്സര്യം തുടങ്ങിയവയൊക്കെ ഉണ്ട്. പക്ഷേ പ്രധാനമായും ജീവനെ ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബന്ധനത്തിലാക്കുന്നത് രാഗദ്വേഷ കാമക്രോധങ്ങളാണ്. ഈ 4 വൃത്തികളെ കൂട്ടുപിടിച്ച് കർമ്മങ്ങളിൽ ആസക്തനായി കർമ്മഫലങ്ങൾ വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ കർമ്മം ചെയ്യുന്നു. ആ കർമ്മങ്ങൾ വാസനകളെ ഉണ്ടാക്കുന്നു. വാസനകളാൽ വീണ്ടും കർമ്മം ചെയ്യുന്നു. കർമ്മം വാസനയ്ക്ക് കാരണമാകുന്നു. വാസന വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. വാസനയിലൂടെ കർമ്മം, കർമ്മത്തിലൂടെ വാസന. ഇങ്ങനെ ഇതൊരു അനന്തമായ ശൃംഖലയായി തുടരുന്നു. അതാണ് ജീവന്റെ ജനന മരണത്തിന് കാരണം. ശ്ലേഷം, മാധുര്യം, പ്രസാദം, സമത, ഇവ 4 ജീവന്റെ കാലക്ഷേപങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ജീവന്റെ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സ്വാഭാവികമായ 4 സ്വരൂപം, 4 തരത്തിലാണ് ആത്മാവിന്റെ പ്രകടനം. ഇഷ്ടം, മാധുര്യം എന്ന് പറഞ്ഞാൽ മധുരമാണ് ഈ ആത്മസ്വരൂപം. പ്രസാദം, പ്രസാദം എന്ന് പറഞ്ഞാൽ ശാന്തി, മനസ്സുഖം. സമത എന്ന് പറഞ്ഞാൽ സമത്വം. ഇതും 4 ജീവന്റെ കാലാക്ഷേപങ്ങളാണ് എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. കാലക്ഷേപങ്ങളാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഇതാണ് ജീവന്റെ വാസ്തവമായ സ്വരൂപം. ഇങ്ങനെ ശ്ലേഷവും മാധുര്യവും പ്രസാദവും സമത്വവും സ്വരൂപമായിരിക്കെ ജീവൻ സ്വയം ദുഃഖിതനാകുന്നു. ദുഃഖമാണ് ജീവൻ അനുഭവിക്കുന്നത്. അതെന്തുകൊണ്ടെന്നാൽ തന്നെ താൻ അറിയായികയാൽ എന്ന് ധരിക്കുക. താൻ ആരാണ് എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ടാണ് ഈ ദുഃഖം ജീവനെ പിടികൂടുന്നത്. തന്നെ അറിയുന്നത് ആത്മാവിനെ അറിയുന്നതാണ്. അപ്രകാരമുള്ള അറിവുണ്ടായി വരുന്നത് തന്നെയാണ് ആത്മാവായി തീരുന്നത്. ആത്മാവിനെ അറിയുക തന്നെയാണ് ആത്മാവിനെ സ്വന്തമാക്കുക, അല്ലെങ്കിൽ നേടുക, അല്ലെങ്കിൽ അനുഭവിക്കുക എന്ന് പറയുന്നത്. തൻ്റെ ഉള്ളിൽ അറിവുണ്ടാവുന്നതിന് ആത്മപ്രകാശം ഉണ്ടാവണം. അപ്രകാരം ആത്മാവിനെ അറിയുമ്പോൾ വിദ്യ താനേ പ്രകാശിക്കും എന്നും അറിഞ്ഞുകൊള്ളുക. അപ്രകാരമുള്ള കാര്യങ്ങൾ താല്പര്യത്തോടെ മുമ്പ് വെളിപ്പെടുത്തിയല്ലോ. അവിദ്യാകാര്യങ്ങളെല്ലാം അനിത്യമാണ്. അവിദ്യാകാര്യങ്ങൾ കൊണ്ടാണ് ജനനവും മൃതിയും ഉണ്ടാവുന്നത്. ഇക്കാര്യം ഉള്ളിൽ ധരിക്കുമ്പോൾ
മനഃശുദ്ധി വരും. മനഃശുദ്ധി വരുമ്പോൾ ആത്മാവിനെ തിരിച്ചറിയാറാകും. നിർമ്മലമായ ബുദ്ധിയിലാണ് ആത്മാവ് മറയില്ലാതെ പ്രകാശിക്കുന്നത്. ബുദ്ധിയിലുള്ള മറ അവിദ്യയാണ്. ആ അവിദ്യ നീങ്ങുന്നത് തന്നെയാണ് ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധി കൈവരുമ്പോൾ ആത്മാവിനെ വേണ്ടവണ്ണം തിരിച്ചറിയാൻ കഴിയും. ആത്മാവിനെ കാണുമ്പോൾ ആനന്ദപ്രാപ്തി ഉണ്ടാകും. ആത്മാനന്ദമാകുന്ന മുക്തി ലഭിക്കണമെങ്കിൽ ആത്മാവിനെ ആത്മാവ് കൊണ്ടറിയണം. ആത്മാവിനെ ആശ്രയിച്ചാണ് ആത്മജ്ഞാനം നിൽക്കുന്നത്. അപ്പോ ആത്മാവിനാൽ ആത്മാവ് അറിയപ്പെടണം എന്ന് പറഞ്ഞാൽ അത് നാം ഒരു വസ്തുവിനെ അറിയുന്നത് പോലെയല്ല. അറിയുന്നവൻ അറിയപ്പെടുന്നത് എന്ന് രണ്ടെണ്ണം ഇല്ല. ജ്ഞാത ജ്ഞേയം, ആ ഒരു ദ്വൈതമില്ല. ഞാനുണ്ട് എന്ന അറിവ് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. ഞാനുണ്ട്. ഞാൻ അറിയുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ ഓരോരുത്തരും അറിയുന്നുണ്ട് ഞാനുണ്ടെന്ന്. എന്താ അറിയുന്നത്? ഞാനുണ്ട് എന്നുള്ള കാര്യം. ഞാനുണ്ട് എന്ന കാര്യത്തെ അല്ലെങ്കിൽ വസ്തുതയെ ഞാൻ തന്നെ അറിയുന്നു. അവിടെ മറ്റൊന്നിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ഇതിനെയാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്നിനാൽ അറിയപ്പെടുന്നു എങ്കിൽ ആ അറിയിച്ചു തരുന്നതാണ് പ്രകാശകം. അറിയപ്പെടുന്നത് പ്രകാശ്യം, പ്രകാശിപ്പിക്കപ്പെടുന്നത്. ഇവിടെ പ്രകാശിക്കുന്ന ആത്മാവിനാൽ തന്നെ ആത്മാവ് പ്രകാശിപ്പിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ആത്മാവ് സ്വയം തന്നെ അറിയണം. ആ അറിവ് സ്വാഭാവികമാണ്. പക്ഷെ അതിന് ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളത് മാത്രമാണ് ജീവന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടത്. ഇനി ആചാര്യൻ എന്ത് പറയുന്നു എന്ന് നോക്കാം. വിദ്യാമാർഗേണ ലഭിച്ചിടുവോർക്കറിഞ്ഞിടാം സത്യമാത്മാവിനെ അന്യന്മാർക്കവിദിതം. വിദ്യയെ അറിയാതെ വിദ്വാൻ ഞാനെന്നോ ഭാവേ ചുദ്യോഗിച്ചോരോ കാവ്യ നാടകശാസ്ത്രങ്ങളും അഭ്യസിച്ചനുദിനം ശീലിക്കുന്നവർക്കും സിദ്ധിക്കുന്നില്ല മോക്ഷം കർമ്മവാസനാബലാത്. വിദ്യയിലൂടെയാണ് ആത്മാവ് അറിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞു. അവിദ്യാമാർഗം ആത്മാവിലേക്ക് നയിക്കുകയില്ല. അവിദ്യയുടെ ഉത്പന്നമാണ് കർമ്മം. അതുകൊണ്ട് കർമ്മം നമ്മെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കില്ല. വിദ്യാമാർഗേണ ലഭിച്ചിടുവോർക്ക് അറിഞ്ഞിടാം സത്യമാം ആത്മാവിനെ. സത്യസ്വരൂപമായ ആത്മാവിനെ വിദ്യാമാർഗം സ്വീകരിക്കുന്നവർക്ക് അറിയാൻ കഴിയും. മറ്റുള്ളവർക്കോ? അന്യർക്ക് അവിദിതമാം. മറ്റുള്ളവർക്ക് ഈ ആത്മാവ് അറിയപ്പെടാത്തതായി തന്നെ നിലകൊള്ളും. ഈ ആത്മാവിനെ ഒരിക്കലും വിദ്യാമാർഗം പിന്തുടരാത്തവർക്ക് അറിയാൻ കഴിയുകയില്ല. വിദ്യയെ, സത്വഗുണത്തെ, ചിത്തശുദ്ധിയെ അംഗീകരിച്ച് വേണം ഈ ആത്മാവിലേക്ക് നടന്നെടുക്കാൻ. വിദ്യയെ അറിയാതെ വിദ്വാൻ ഞാൻ എന്ന് ഭാവിച്ച്, പക്ഷേ പലരുടെയും വിചാരം അവിദ്യയെ വിദ്യ എന്നവർ കരുതുന്നു. ഉപനിഷത്ത് വെളിപ്പെടുത്തി തരുന്ന ജ്ഞാനമാണ് വാസ്തവത്തിൽ വിദ്യ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ ബാഹ്യലോകത്ത് നിന്നും ഒക്കെ കിട്ടുന്ന അറിവ് അവിദ്യ തന്നെയാണ്. ആ അവിദ്യയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഈ വിദ്യ എന്താണ് എന്നുള്ള കാര്യം ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. ഉപനിഷത്ത് എന്താ പറയുന്നത്? അവിദ്യായാം അന്തരേ വർത്തമാനാഹ സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ ജംഘന്യമാനാഹ പര്യന്തി മൂഢാഹ അന്ധേനേവ നീയമാനാ യഥാന്ധാഹ. കടുപ്പിച്ച് പറയാണ് കേട്ടോ ഉപനിഷത്ത്. അവിദ്യായാം അന്തരേ വർത്തമാനാഹ.
അവിദ്യയുടെ ഉള്ളിൽ കഴിയുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. അതിൽ എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ശില്പികളുണ്ട്, ചിത്രകാരന്മാരുണ്ട്, കലാ സാംസ്കാരിക നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, IT പ്രൊഫഷണൽസ് ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും അവിദ്യയുടെ ഉള്ളിലാണ് കഴിയുന്നത്. കാരണം ഉപനിഷത് ജ്ഞാനം ഇവർക്കില്ല, പഠിക്കാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെ അവിദ്യയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്വയം ധീരാഹ പണ്ഡിതം മന്യമാനാഹ, തങ്ങൾ ധീരരാണെന്നും തങ്ങൾക്കെല്ലാം അറിയാമെന്നും തന്നോളം അറിവ് മറ്റുള്ളവർക്ക് ആർക്കുമില്ല എന്നും അഹങ്കരിച്ചുകൊണ്ട് കഴിയുന്നു ഈ കൂട്ടർ. അവിദ്യായാം അന്തരേ വർത്തമാനാഹ സ്വയം ധീരാ പണ്ഡിതം മന്യമാനാഹ. ഇവരുടെ കാര്യം വളരെ കഷ്ടമാണ്, പരിതാപകരമാണ്. എന്തുകൊണ്ടെന്നോ, ജംഘന്യമാനാ പരിയന്തി മൂഢാഹ, മൂഢന്മാരായി എന്തിന് ഈ ലോകത്തിൽ വന്നു, താൻ എന്തിന് ജീവിക്കുന്നു, ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്, ഇതൊന്നിനെയും കുറിച്ച് ഒരെത്തും പിടിയുമില്ലാത്ത കൂട്ടരാണ് ഈ പറയപ്പെട്ട ഗംഭീരന്മാരൊക്കെ. അവരെത്ര ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നവരോ ആയിക്കോട്ടെ, സത്യമറിയില്ല. അവർ സദാ ദുഃഖങ്ങൾക്ക് വശംവദരാകും. ജംഘന്യമാനാഹ, പാഞ്ഞു നടക്കുന്നു, ഉഴറി നടക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ല. കൂരിരുട്ടിലാണ് കഴിയുന്നത്. അവർ മൂഢന്മാരാണ്. ഇവർ എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങളെ രക്ഷിക്കാം, നിങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു തരാം എന്ന് മറ്റുള്ളവരെ നയിക്കുന്നു. അത് ഏതുപോലെയാണ്? അന്ധേനേവ നീയമാനാ യഥാന്ധാഹ. കുരുടൻ മറ്റു കുരുടന്മാർക്ക് വഴി കാണിക്കുന്നത് പോലെയാണിത് എന്ന് പറഞ്ഞാൽ, നയിക്കുന്നത് കുരുടനാണ്. കുരുടന്റെ പാത പിന്തുടർന്ന് പുറകെ പോകുന്നവരും കുരുടന്മാരാണ്. സത്യമറിയുന്നവരെ ആശ്രയിക്കുന്നില്ല ഈ മനുഷ്യർ. ആരുടെയെങ്കിലും പുറകെ പോകും. അവര് പറയുന്നത് എന്തൊക്കെയോ ചെയ്യും. അവസാനം ഒരു മനഃശാന്തിയുമില്ലാതെ ജീവിതം അവസാനിക്കുകയും ചെയ്യും. ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്, അജ്ഞന്മാരുടെ കാരുണ്യം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നത് എന്നാണ്. ഇയം സംസാര സരണിഹി വഹത്യജ്ഞപ്രസാദതഃ. അജ്ഞന്മാരുടെ കാരുണ്യമില്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലച്ചു പോകും. ഇപ്പോ നടന്നു പോകുന്നത് പോലൊന്നും നടക്കില്ല. അപ്പോ അജ്ഞൻ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ കാരുണ്യം കാണിക്കുന്നു. അജ്ഞന്മാരുടെ കാരുണ്യം കൊണ്ടാണ്, ലൗകികന്മാരുടെ ദയവ് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നടന്നു പോകുന്നത് എന്ന് പരിഹാസ രൂപേണ ശങ്കരാചാര്യസ്വാമികൾ പറയും. വിദ്യയെ അറിയാതെ വിദ്വാൻ ഞാനെന്ന് ഭാവിച്ച് യഥാർത്ഥ തത്വം ബ്രഹ്മമാണ്, ആത്മാവല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന സത്യം, ആ സത്യത്തെക്കുറിച്ചുള്ള അറിവായ വിദ്യയെ അറിയാതെ വിദ്വാൻ ഞാനെന്ന് ഭാവിച്ച് എനിക്ക് എന്തൊക്കെയോ അറിയാം, ഞാൻ വിദ്വാനാണ്, പണ്ഡിതനാണ് എന്ന് വെറുതെ അഹങ്കരിച്ച് ഉദ്യോഗിച്ച് ഓരോ കാവ്യ നാടക ശാസ്ത്രങ്ങളും അഭ്യസിച്ച് അനുദിനം ശീലിക്കുന്നവർക്കും സിദ്ധിക്കുന്നീല മോക്ഷം കർമ്മവാസനാബലാത്. ഞാൻ അത് പഠിക്കാൻ പോകുന്നു, ഇത് പഠിക്കാൻ പോകുന്നു, ഞാൻ ആ ക്ലാസ് എടുക്കുന്നു, ഈ ക്ലാസ് എടുക്കുന്നു. സത്യം എന്താണെന്ന് നിങ്ങൾക്ക് പിടിയുണ്ടോ? ജീവിത ലക്ഷ്യമെന്ത്? എന്തിനാണ് ഞാൻ മനുഷ്യനായി ജനിച്ചത്? ഇതൊന്നും ചിന്തിക്കാനോ വിശകലനം ചെയ്യാനോ മനുഷ്യന് സമയമില്ല. എന്നിട്ട് എന്താ, എന്തൊക്കെയോ ചെയ്യുന്നു.
നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ എന്തൊക്കെയോ കർമ്മ പരിപാടികളിൽ മുഴുകുന്നു മനുഷ്യർ. കാവ്യ നാടക ശാസ്ത്രങ്ങളും അഭ്യസിച്ച് ചിലർ കാവ്യം പഠിക്കുന്നു, ചിലർ നാടകം വായിക്കുകയോ അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുകയോ ചെയ്യുന്നു, ചിലര് അധ്യാത്മശാസ്ത്രം ഒഴികെയുള്ള മറ്റ് ശാസ്ത്ര ശാഖകൾ അഭ്യസിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക്, എക്കണോമിക്സ്, ജിയോളജി, ജോഗ്രഫി, എന്തൊക്കെയോ ശാസ്ത്ര ശാഖകളുണ്ടല്ലോ, അതൊക്കെ പഠിക്കുന്നു. ഇതൊക്കെ അഭ്യസിച്ച് ഇതൊക്കെ പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും പോസ്റ്റ് ഡോക്ടറേറ്റ് റിസർച്ചും ഒക്കെ നടത്തി അവസാനം എന്താ? ദുഃഖം, ദുഃഖം, ദുഃഖം. ഒരു സ്വസ്ഥതയുമില്ല അവസാനം. ഞാൻ എന്തിനു പഠിച്ചു? സാറ് തമാശയായിട്ട് പറയും, പണ്ട് ദ ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഗ്രന്ഥം രചിച്ച ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ വന്നിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഹിസ്റ്ററി ഓഫ് ടൈം. അദ്ദേഹം ന്യൂറോളജിക്കൽ ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. തല എപ്പോഴും ഇങ്ങനെ തൂങ്ങിക്കിടക്കും, തല ഒന്ന് ഉയർത്താൻ പോലും പറ്റില്ല. അദ്ദേഹം വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്. ലോകം കണ്ടിട്ടുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ റിസർച്ച് ലോകം മുഴുവൻ അംഗീകരിച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നില്ല. സ്റ്റീവൻ ഹോക്കിൻസ്, അതാണ് അദ്ദേഹത്തിന്റെ പേര്. സ്റ്റീവൻ അല്ലെങ്കിൽ സ്റ്റീഫനോ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സ്റ്റീവൻ എന്നാണ് തോന്നുന്നത്. സ്റ്റീവൻ ഹോക്കിൻസ്. അദ്ദേഹം ഈ വീൽ ചെയറിൽ ഇങ്ങനെ സഞ്ചരിക്കും. ഫ്ലൈറ്റിൽ കയറുന്നത് പോലും ഈ വീൽ ചെയറിൽ ഇരുത്തിയാണ്. ഇപ്പൊ ബാലകൃഷ്ണൻ നായർ സാർ അന്ന് ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിനിടയ്ക്ക് പറയും, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ സ്റ്റീവൻ ഹോക്കിൻസ്. അദ്ദേഹം ഇപ്പോ ഓരോരുത്തരോട് ചോദിച്ചു നടക്കുന്നത് എന്തെന്നോ, ഇപ്പോ എന്നല്ല, അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത്, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ എന്തിന് ജീവിക്കുന്നു, ഈ ചോദ്യത്തിന് ആരെങ്കിലും മറുപടി പറയുമോ എന്ന് അദ്ദേഹം എല്ലാവരോടും ചോദിക്കുമായിരുന്നു. സമയത്തെക്കുറിച്ച് ഒരുപാട് ഗവേഷണമൊക്കെ ചെയ്ത ആളാണ്. പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ആളായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് പോലും എന്താണ് ജീവിത ലക്ഷ്യം എന്ന് പിടിയില്ല. ഞാൻ എന്തിന് ജീവിക്കുന്നു, ഞാൻ എന്തിന് ഇത്രയും പഠിച്ചു, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഞരമ്പൊക്കെ തളർന്ന് വീൽ ചെയറിൽ ലോകം ചുറ്റി സഞ്ചരിക്കുന്നത്. അപ്പൊ സാറന്ന് തമാശയായിട്ട് പറയും, പാവം, നമ്മുടെ അടുത്ത് വരാമെങ്കിൽ ജീവിത ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്നുള്ള സത്യം പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് സാറ് നർമ്മം കലർത്തി പറയും. കാരണം സത്യം എന്തെന്നറിയില്ല. എന്തൊക്കെയോ പഠിക്കുന്നു, എന്തൊക്കെയോ ഗവേഷണം ചെയ്യുന്നു, എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. അവസാനം ജീവിതം കൂരിരുട്ടിൽ മരിക്കാൻ പോകുന്ന ഒരുവന് ഈ പഠിപ്പും സ്ഥാനമാനങ്ങളും ഡിഗ്രിയും ഒക്കെ എന്ത് പ്രയോജനം ചെയ്യും? മനുഷ്യർ ഓരോന്ന് ചെയ്ത് അവരുടെ ജീവിതത്തെ വ്യർത്ഥമാക്കി കളയുന്നു. കാവ്യ നാടക ശാസ്ത്രങ്ങളും അഭ്യസിച്ച് അനുദിനം ശീലിക്കുന്നവർക്കും, ഇതൊക്കെ ദിവസേന ശീലിക്കുന്നവർ സത്യമറിയില്ല, എന്തൊക്കെയോ ചെയ്യുന്നു, അർത്ഥമറിയാതെ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. എന്ത് പ്രയോജനം? അല്ല, സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടതാണ് വേദങ്ങൾ എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠത വർദ്ധിക്കുമോ? സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ, സംസ്കൃതം ദേവഭാഷയാണ് എന്നുള്ളതും ശരി തന്നെ. നമുക്ക് സംസ്കൃതം അറിയില്ലല്ലോ, നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ അർത്ഥം നമുക്കറിയില്ലല്ലോ, പിന്നെ എന്ത് പ്രയോജനം? ഈ വേദങ്ങൾ ഗ്രീക്കിലോ ലാറ്റിൻ ഭാഷയിലോ രചിക്കപ്പെട്ടതായിരുന്നുവെങ്കിലും ഇത് തന്നെയല്ലേ നമ്മുടെ ഗതി? എന്താണ്? ഗ്രീക്കും അറിയില്ല, ലാറ്റിനും അറിയില്ല,
അതുപോലെ സംസ്കൃതവും അറിയില്ല. അർത്ഥമറിയാതെ ഗ്രീക്ക് ഭാഷയിൽ രചിക്കപ്പെട്ട വേദം ചൊല്ലിയാൽ എന്താണ്, സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ട വേദങ്ങൾ ഉച്ചരിച്ചാൽ എന്താണ്? ഒരു വ്യത്യാസവുമില്ല. ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്നർത്ഥം. മന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും വേണ്ട, ചില മന്ത്രങ്ങളുടെയെങ്കിലും അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നതാണ് ഉത്തമം. അല്ലാതെ തത്ത പറയുന്നത് പോലെ ആവർത്തിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പുലമ്പലോ ജൽപ്പനമോ അല്ലാതെ മറ്റെന്താണ്? അല്ല, ഋഷിയുണ്ട്, ഛന്ദസ്സുണ്ട്, ദേവതയുണ്ട്. ആയിക്കോട്ടെ സുഹൃത്തെ, നിങ്ങൾക്ക് ഈ ജപിക്കുന്നതിന്റെ അർത്ഥം അറിയാമോ? ഇതിലെ ഉള്ളടക്കം എന്ത്? ഇതിലെ പ്രതിപാദ്യം വിഷയം എന്ത്? ഒന്നും അറിയില്ല. ഇങ്ങനെ ചുമ്മാതെ പറയുന്നു. രാമായണ പാരായണം, ഭഗവത്ഗീത പാരായണം. ഞാൻ ഒന്നിനെയും നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുകയാണെന്ന് ദയവായി വിചാരിക്കരുത്. ഞാൻ വസ്തുതയെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. രാമായണം വായിക്കുന്നവർക്ക് എത്ര പേർക്ക് അതിന്റെ അർത്ഥം അറിയാം? സുന്ദരകാന്ഡ പാരായണം വളരെ വിശേഷം. രാമായണ മാസം നല്ലത് തന്നെ. അർത്ഥം മനസ്സിലാക്കൂ. വ്യാഖ്യാനമുണ്ടല്ലോ ഇതിനൊക്കെ. ആ വ്യാഖ്യാനങ്ങൾ, അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ഇതിങ്ങനെ ചുമ്മാതെ എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമായി ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ വേണമെങ്കിൽ പറയാം പാരായണം ചെയ്താൽ പുണ്യം കിട്ടുമെന്ന്. പുണ്യം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. കിട്ടുമെങ്കിൽ കൊള്ളാം. നിങ്ങളുടെ ജീവിതത്തെ എത്ര കണ്ട് സ്വാധീനിക്കാൻ, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ഈ പാരായണം എത്ര കണ്ട് പ്രയോജനപ്പെടുന്നു, ഇതാരും ചിന്തിക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ അന്ധത. നമ്മൾ കുരുടന്മാരായി പോകുന്നത് ഈ കാര്യത്തിലാണ്. അതുകൊണ്ട് പാരായണം വേണ്ട എന്നെനിക്ക് അഭിപ്രായമില്ല. പാരായണം ചെയ്യണം, ഉള്ളിൽ ഭക്തി ഉണ്ടാകണം. അതോടൊപ്പം പാരായണം ചെയ്യപ്പെടുന്ന ശ്ലോകങ്ങളുടെ ചിലതിൻ്റെയെങ്കിലും അർത്ഥം അറിയാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇത് അർത്ഥഗ്രഹണത്തിൽ താല്പര്യമേ ഇല്ല, ചൊല്ലാൻ മാത്രം താല്പര്യം. അതുകൊണ്ട് ജീവിത ധന്യത ഉണ്ടാവാൻ പോകുന്നില്ല. ബുദ്ധിക്ക് അറിവാണ് വേണ്ടത്. അറിവ് അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് കിട്ടുന്നത്. അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഉച്ചരിച്ചത് കൊണ്ടോ പാരായണം ചെയ്തത് കൊണ്ടോ ബുദ്ധിക്ക് പ്രകാശം ലഭിക്കുകയില്ല. കാവ്യനാടക ശാസ്ത്രങ്ങളും അഭ്യസിച്ച് അനുദിനം ശീലിക്കുന്നവർക്കും അങ്ങനെ ശീലിക്കുന്നവർക്കും സിദ്ധിക്കുന്നീല മോക്ഷം കർമ്മവാസനാബലാത്. കർമ്മവാസനയുടെ ബലം കൊണ്ട്, കർമ്മവാസനയുടെ ശക്തി കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നില്ല. എന്തും കർമ്മമാണ്. കർമ്മം വാസനയ്ക്ക് വഴിതെളിക്കും. കർമ്മം ചെയ്തോ നിശ്ചയമായും തത്വബോധം കൂട്ടിച്ചേർക്കുന്നില്ല എങ്കിൽ വാസനകൾ രൂപപ്പെടും. ആ വാസന വീണ്ടും അതേ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കും. കർമ്മം ചെയ്ത് വാസനയുണ്ടാകും. ആ വാസനയാൽ പ്രേരിതരായി വീണ്ടും കർമ്മം ചെയ്യും. ഇത് ഒരു അനന്ത ശൃംഖല പോലെ, അവസാനിക്കാത്ത സീരിയൽ പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. വാസനകൾ കറങ്ങി വരണ്ടേ? വാസനാനാശം വിജ്ഞാനത്തിലൂടെയാണ് വരുന്നത്. സത്യം എന്തെന്നറിയണം. സത്യത്തെ പ്രതിപാദിക്കുന്ന ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ച് അവയുടെ അർത്ഥം മനസ്സിലാക്കി മനനം ചെയ്യണം. എന്നാലേ കുറച്ചു കുറച്ചായി ഈ കർമ്മവാസനകൾ നമ്മുടെ ഉള്ളിൽ ഉപശമിക്കുകയുള്ളൂ. സിദ്ധിക്കുന്നീല മോക്ഷം കർമ്മവാസനാബലാത്. ഈ കർമ്മവാസനകളുടെ ശക്തി കൊണ്ട് അവർക്ക് ഒരിക്കലും മോക്ഷം സിദ്ധിക്കുന്നില്ല. വീണ്ടും വീണ്ടും കർമ്മം ചെയ്യാൻ നിർബന്ധിതരായിക്കൊണ്ടേയിരിക്കും.
അക്ഷരമറിഞ്ഞതു കൊണ്ടു സംസാരമായ വൃക്ഷമാമജ്ഞാനത്തിനില്ലൊരു നാശമെന്നും ലക്ഷം കാവ്യങ്ങൾ ഗ്രഹിച്ചാലും അക്ഷരത്തിന്റെ ലക്ഷണം ധരിച്ചാലും ഭക്ഷണം നന്നായി കിട്ടും. നല്ല പോലെ ഭക്ഷണം കഴിക്കാൻ ഈ അക്ഷരങ്ങൾ പ്രയോജനപ്പെടും. ശങ്കരാചാര്യസ്വാമികൾ പറയും, ഭുക്തയേ നതു മുക്തയേ. ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ധാരാളം പഠിച്ച് ഹൃദിസ്ഥമാക്കിയാൽ 4 പേരുടെ മുമ്പിൽ അവതരിപ്പിക്കാം, അർത്ഥം ഗംഭീരമായി പറയാം, ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം. നല്ല കച്ചവടമാണെന്നേ, ഒന്നാം തരം വരുമാന മാർഗമാണ്. എന്ത്? ഭഗവത്ഗീത യജ്ഞം, ഭാഗവത സത്രം. കുറെയൊക്കെ സംസ്കൃതം മനസ്സിലാക്കിയിരിക്കണം, കുറെ ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കുകയും വേണം. അർത്ഥം അത് നിങ്ങൾ പറയുന്നത് തന്നെയാണ് അർത്ഥം. ഇതൊന്നും സാമാന്യ ജനങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ദൈവം, ഭക്തി, ഭഗവാൻ, വിവേകം, ജ്ഞാനം ഇങ്ങനെയുള്ള വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ആൾക്കാർ വീണുപോകും. ധനസമ്പാദനത്തിനുള്ള ഒന്നാം തരം മാർഗമാണ് ഇന്ന് ആധ്യാത്മികത എന്ന് പറയുന്നത്. അക്ഷരമറിഞ്ഞത് കൊണ്ട് മോക്ഷം കിട്ടില്ല. അറിവ് സ്വായത്തമാക്കണം. എന്തെങ്കിലും പറഞ്ഞ 4 പേരുടെ മുമ്പിൽ അർത്ഥം പറഞ്ഞത് കൊണ്ട് മാത്രം ഈ ജ്ഞാനം സിദ്ധിക്കുകയില്ല. അക്ഷരമറിഞ്ഞതുകൊണ്ട് സംസാരമായ വൃക്ഷമാം അജ്ഞാനത്തിന് ഇല്ല ഒരു നാശമെന്നും ഇത് മനസ്സിലാക്കണമെന്നാണ്. അക്ഷരമറിഞ്ഞത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പഠനം കൊണ്ട്, ശാസ്ത്രാഭ്യാസം കൊണ്ട് സംസാരമാകുന്ന വൃക്ഷത്തിന്, വൃക്ഷമാകുന്ന അജ്ഞാനത്തിന്, സംസാരം എന്നു പേരോടുകൂടിയ ഒരു വൃക്ഷമുണ്ട്. അതിൻ്റെ തായ്വേര് അജ്ഞാനമാണ്. ആ അജ്ഞാനം ഈ അക്ഷരജ്ഞാനം കൊണ്ട് നശിക്കുകയില്ല. ധാരാളം കൃതികൾ പഠിച്ചതുകൊണ്ടോ അവയെ വ്യാഖ്യാനിച്ചതുകൊണ്ടോ 4 പേരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കൊണ്ടോ മാത്രം നിങ്ങൾ ജ്ഞാനി ആവും എന്ന് കരുതണ്ട. അക്ഷരമറിഞ്ഞതുകൊണ്ട് സംസാരമായ വൃക്ഷമാം അജ്ഞാനത്തിന് ഇല്ലൊരു നാശം എന്നും. അജ്ഞാനമാകുന്ന വൃക്ഷം അത് തന്നെയാണ് സംസാര വൃക്ഷം. അത് ഈ പുസ്തകജ്ഞാനത്തിലൂടെ, ഗ്രന്ഥാഭ്യാസത്തിലൂടെ നശിക്കുകയില്ല. അവിദ്യയാണ് ഉള്ളിൽ നശിപ്പിക്കപ്പെടേണ്ടത്. അതിന് ഈ ഗ്രന്ഥ അഭ്യാസം സഹായിക്കുന്നില്ല എങ്കിൽ കാര്യമായ പ്രയോജനം ഉണ്ടാവില്ല. ലക്ഷം കാവ്യങ്ങൾ ഗ്രഹിച്ചാലും അക്ഷരത്തിന്റെ ലക്ഷണം ധരിച്ചാലും ഭക്ഷണം നന്നായി കിട്ടും. ലക്ഷം കാവ്യങ്ങളൊന്നും ഗ്രഹിക്കണ്ട. ഇപ്പൊ ഭക്ഷണം കിട്ടാൻ ഭാഗവത സപ്താഹത്തിൽ ചെന്നിരുന്നാൽ മതി. ഒരു 12 മണിയാകുമ്പോ പതുക്കെ ഹാളിലേക്ക് കയറിയിരിക്കുക. ഒരു 12:45 1 മണിയൊക്കെ ആവുമ്പോ ഊണിന് കാലമാവും. ഞാൻ കണ്ടിട്ടുണ്ട് പ്രായമായ ആൾക്കാർ, ഞാൻ അവരെ കുറ്റം പറയുകയില്ല, വീട്ടില് ആഹാരത്തിന് ഗതിയില്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നത്. അവർക്ക് ഈ പറയുന്ന വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതൊന്നും ഗ്രഹിക്കാനൊട്ട് താല്പര്യവുമില്ല. എന്തു ചെയ്യും? ഈ വയസ്സായ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് അടുത്തിരിക്കുന്നവരോട് ചോദിക്കും, ഊണിന് കാലമായോ മോളെ, ഊണിന് കാലമായോ? എന്താ പാവത്തിന് വിശക്കുന്നുണ്ടാവുമെന്നേ. അപ്പോ എപ്പോഴാണ് ഇല വയ്ക്കുക? ഊണ് കഴിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ. അപ്പൊ അതുവരെ കസരയിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ എന്തൊക്കെ കേട്ടോണ്ടിരിക്കും. ഒന്നും മനസ്സിലാവില്ല, ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അവരുടെ ശ്രദ്ധ മുഴുവൻ കിട്ടാൻ പോകുന്ന ഭക്ഷണത്തിലാണ്. അത് തന്നെയാണ് ഇവിടെ. ലക്ഷം കാവ്യങ്ങൾ ഗ്രഹിച്ചാലും
ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ പഠിച്ചാലും അക്ഷരത്തിന്റെ ലക്ഷണം ധരിച്ചാലും, അക്ഷരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണ് എന്ന് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്ന് സിദ്ധാന്തപരമായി ഗ്രഹിച്ചാലും അറിവുണ്ടാകണം എന്നില്ല. പക്ഷേ ഭക്ഷണം നന്നായി കിട്ടും, നല്ലപോലെ തീറ്റ കിട്ടും, ആഹാരം കിട്ടും, പ്രശസ്തി കിട്ടും, ധനം സ്വന്തമാക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ എന്താണ്? വയറ്റുപഴപ്പിന് കൊള്ളാം. കുക്ഷിരക്ഷണത്തിനുള്ളൊരു വേലകളത്, മോക്ഷപ്രാപ്തിക്കുള്ളൊരു വേലയല്ലറിഞ്ഞാലും. ഈ ലക്ഷം കാവ്യങ്ങൾ ഗ്രഹിക്കുന്നതും പുസ്തകത്തിൽ നിന്ന് ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കുന്നതുമൊക്കെ ഭക്ഷണം കിട്ടാൻ ഉപകരിക്കും. കുക്ഷിരക്ഷണത്തിനുള്ള ഒരു വേലകൾ. കുക്ഷിരക്ഷണം എന്ന് പറഞ്ഞാൽ വയറ് രക്ഷിക്കുക, വയറ് വിശക്കാതെ ആഹാരം കഴിച്ചു കൊണ്ട് കിടക്കുക, സുഭിക്ഷമായി കഴിയുക. കുക്ഷി പൂരണം, വയറ് നിറയ്ക്കുക, അതിനുള്ള വേലകളാണിത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ മോക്ഷപ്രാപ്തിക്കുള്ള ഒരു വേലയല്ല അറിഞ്ഞാലും. ഈ ശാസ്ത്രാഭ്യാസം കൊണ്ട് ഉള്ളിൽ അജ്ഞാനം നീങ്ങുന്നില്ലെങ്കിൽ, നാൾക്ക് നാൾ അഹങ്കാരം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് എങ്കിൽ, ഈ പഠിക്കുന്നത് കൊണ്ടോ പ്രവചനം നടത്തുന്നത് കൊണ്ടോ കാര്യമായ പ്രയോജനമില്ല. അതൊക്കെ ഉദരപൂരണത്തിന് മാത്രമേ സഹായകങ്ങളാവൂ. കുക്ഷിരക്ഷണത്തിനുള്ള ഒരു വേലകൾ, അത് മോക്ഷപ്രാപ്തിക്കുള്ള ഒരു വേലയല്ല അറിഞ്ഞാലും. നിത്യവും അനിത്യവുമേവമെന്നറിഞ്ഞാത്മസത്തായിട്ടിരിപ്പവൻ വിദ്വാനെന്നറിഞ്ഞാലും. നിർമ്മലനായ വിദ്വാൻ അവനങ്ങനാദിയാം കർമ്മബന്ധവും നശിച്ചാനന്ദ പ്രാപ്തിയുണ്ടാം. അപ്പൊ ഇതൊക്കെ പഠിച്ച് പ്രസംഗിച്ച് നടക്കുന്നവരൊക്കെ ജ്ഞാനികളാണ് എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ആൾക്കാർ പഠിക്കുന്നു, കുറെയൊക്കെ ബുദ്ധിപരമായി ഗ്രഹിക്കുന്നു. പക്ഷേ ആത്മാവിനെ എത്ര കണ്ട് നാം മനസ്സിലാക്കുന്നു, അടുത്തറിയുന്നു, അതാണ് പ്രധാനം. നിത്യാനിത്യ വസ്തു വിവേകമില്ലെന്നേ. ധനമോഹം മാത്രമാണ് ഉള്ളിലുള്ളത്. എങ്ങനെയെങ്കിലും കാശ് സമ്പാദിക്കണം. പണം സമ്പാദിക്കാൻ വേണ്ടി വേദാന്തം പഠിക്കുന്നു. ഇതെങ്ങനെ ശരിയാവും? നകർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു എന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. എത്ര ഉയർന്ന കർമ്മങ്ങൾ ചെയ്താലും, ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്താലും ഈ ആത്മാവിനെ കിട്ടണം എന്നില്ല. ആ കർമാചരണം ചിത്തശുദ്ധിക്ക് കാരണമായി തത്വം ഉള്ളിൽ തെളിഞ്ഞാൽ മുക്തി സിദ്ധിക്കും. പക്ഷെ വെറും കർമാചരണം കൊണ്ട് മാത്രം ആത്മാവ് അറിയപ്പെടണമെന്നില്ല. ന കർമ്മണ ന പ്രജയാ. സത്പുത്രന്മാർ ജനിച്ചു, നല്ല സന്താനങ്ങൾ ഉണ്ടായി, എന്റെ ജീവിതം ധന്യം എന്ന് കരുതാൻ വരട്ടെ, അങ്ങനെയൊന്നും തീരുമാനിക്കാൻ വരട്ടെ. നല്ല കുട്ടികൾ ഉണ്ടായെങ്കിൽ അവർക്കായി. ആ കുട്ടികളെ ഞാൻ ജനിപ്പിച്ചു എന്ന് കരുതുന്നത് നിങ്ങളുടെ അവിദ്യ കാരണമായിട്ടാണ്. എന്റെ മകൻ എന്ന് വിചാരിക്കുന്നത് തന്നെയാണ് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. അപ്പോ ഞാൻ നല്ല കുട്ടികളുടെ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് എന്നൊക്കെ കരുതി അഹങ്കരിക്കാൻ നമുക്ക് യോഗ്യതയില്ല. അഹങ്കാരം നമ്മെ അധപ്പതിപ്പിക്കുക മാത്രമേ ചെയ്യൂ. അതാണ് ന പ്രജയാ എന്ന് പറഞ്ഞത്. നകർമ്മണാന പ്രജയാ ധനേന. ധാരാളം സ്വത്ത് സമ്പാദിച്ചത് കൊണ്ടും ഈ ആത്മസാക്ഷാത്കാരം ലഭിക്കണം എന്നില്ല. പിന്നെ എങ്ങനെയാ ഈ ആത്മാവിനെ അറിയുക? ത്യാഗേന ഏകേ അമൃതത്വമാനശുഹു. ത്യാഗം ഒന്നിലൂടെ മാത്രം, ത്യാഗം ഒന്നുകൊണ്ട് മാത്രം. ചിലർ
വിരലിലെണ്ണാവുന്ന ചിലർ അമൃതത്വത്തെ പ്രാപിച്ചു. ഇതാണ് ഉപനിഷത്തിന് പറയാനുള്ളത്. പലർ എന്ന് പറയുന്നില്ല, ചിലർ എന്നാണ് പറയുന്നത്. വളരെ ചുരുക്കം ആളുകൾ. അവർ എല്ലാറ്റിനെയും ത്യജിച്ചതിലൂടെയാണ് ഈ ആത്മാവിനെ കണ്ടെത്തിയിട്ടുള്ളത്. നിത്യവും അനിത്യവും ഏവം എന്നറിഞ്ഞ് ആദ്യമായി മനുഷ്യന്റെ ഉള്ളിൽ നിത്യാനിത്യ വസ്തു വിവേകം ഉണ്ടാകണം. ഏതാണ് നശ്വരം, ഏതാണ് അനശ്വരം? ആത്മാവ് മാത്രമാണ് അനശ്വരം, പ്രപഞ്ചം നശ്വരമാണ്. ഇങ്ങനെ ഇവയെ വേർതിരിച്ചറിഞ്ഞ് പ്രപഞ്ചത്തെ ഉള്ളിൽ നിന്ന് വിടണം. പ്രപഞ്ചത്തിലാണ് നമ്മൾ താമസിക്കുന്നത്, പക്ഷേ പ്രപഞ്ച ചിന്തകളെ ഉള്ളിൽ നിന്ന് കളയണം. നിത്യത്തിലാവണം നമ്മുടെ ശ്രദ്ധ. നിത്യവും അനിത്യവും ഏവം എന്നറിഞ്ഞ് ആത്മസത്തായിട്ടിരിപ്പവൻ, താൻ ആത്മാവാണ് എന്ന ദൃഢബോധത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ വിദ്വാൻ എന്നറിഞ്ഞാലും അവനാണ് വാസ്തവത്തിൽ പണ്ഡിതൻ, അവനാണ് അറിവുള്ളവൻ, അവനാണ് വിദ്വാൻ. മറ്റുള്ളവരൊക്കെ പഠിച്ചാലും മൂഢന്മാർ, പഠിച്ച വിഡ്ഢികൾ, പഠിച്ച മന്ദബുദ്ധികൾ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആത്മസത്തായിട്ടിരിപ്പവൻ വിദ്വാനെന്നറിഞ്ഞാലും താൻ ആത്മാവാണ് എന്ന ഉറച്ച ബോധത്തിൽ ആരാണോ സ്ഥിതനായിരിക്കുന്നത് അയാളാണ് വാസ്തവത്തിൽ വിദ്വാൻ അല്ലെങ്കിൽ ജ്ഞാനി, പണ്ഡിതൻ. നിർമ്മലനായ വിദ്വാൻ അവൻ അങ്ങനാദിയാം കർമ്മബന്ധവും നശിച്ചാനന്ദ പ്രാപ്തിയുണ്ടാം. എന്താണ് ഈ പാണ്ഡിത്യത്തിന്റെ ലക്ഷണം? ധാരാളം ഗ്രന്ഥങ്ങൾ പഠിച്ചതുകൊണ്ട്, പല ഗ്രന്ഥങ്ങളിൽ നിന്നും സമയോചിതമായി ശ്ലോകങ്ങൾ ഉദ്ധരിച്ചതുകൊണ്ട് ഒരുത്തൻ വിദ്വാനാണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ചിത്തം ശുദ്ധമാകണം. ചിത്തം ശുദ്ധമാകണം എന്ന് പറഞ്ഞാൽ രാഗദ്വേഷാദികൾ ഉള്ളിൽ നിന്ന് അകലണം. ഞാനും എന്റെയും എന്ന ഭാവങ്ങൾ ഉള്ളിൽ നിന്ന് അപ്രത്യക്ഷമാകണം. അപ്രത്യക്ഷമായില്ലെങ്കിലും ദിനം പ്രതി കുറഞ്ഞെങ്കിലും വരണം. അഹന്തയും മമതയും. ഇത് തൻ്റെ കേമത്വം വെളിവാക്കാനാണ് പലരും ആധ്യാത്മിക പഠനം പോലും അംഗീകരിക്കുന്നത്. നിർമ്മലനായ വിദ്വാൻ അവൻ. ഈ ചിത്തനൈർമല്യം നേടിയവരാണ് ശരിക്കുള്ള പണ്ഡിതന്മാർ. അവർ അനാദിയാം കർമ്മബന്ധവും നശിച്ച്, ഈ കർമ്മം എന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്നാണ് അവിദ്യ നമ്മെ പിടികൂടിയത്, ഇത് ആർക്കും പറയാൻ പറ്റില്ല. അനാദ്യവിദ്യ, അനാദിയാണ് ഈ അവിദ്യ. ആ അനാദിയായ അവിദ്യ കാരണമാണ് കർമ്മബന്ധങ്ങൾ ഉണ്ടാകുന്നത്. ആ കർമ്മബന്ധങ്ങൾ ഈ ചിത്തശുദ്ധി നേടിയവരുടെ ഉള്ളിൽ നിന്നും ഇല്ലാതാകുന്നു. ചിത്തശുദ്ധി നേടിയവരാണ് കർമ്മ കുരുക്ക് പൊട്ടിച്ചെറിയുക. അവർക്ക് കർമ്മബന്ധവും നശിച്ച് ആനന്ദപ്രാപ്തി ഉണ്ടാകും. കർമ്മബന്ധങ്ങൾ തുലഞ്ഞാൽ മാത്രമേ ആനന്ദ അനുഭവം ഉള്ളിലുണ്ടാവൂ. ആനന്ദപ്രാപ്തി കർമ്മ വിരാമത്തിലൂടെയാണ് നേടേണ്ടത്. സാരം വായിക്കാം. വിദ്യാമാർഗത്തിലൂടെ അറിവ് ലഭിക്കുന്നവർക്ക് സത്യമായ ആത്മാവിനെ അറിയാൻ കഴിയും. ആത്മാവിനെ അറിയാത്തവർക്ക് ആത്മദർശനം സാധ്യമല്ലെന്ന് ധരിച്ചുകൊള്ളുക. വിദ്യയെ അറിയാതെ ഞാൻ വിദ്വാനെന്ന് ഭാവിച്ച് അനുഭവമില്ലാത്ത ഓരോതരം കാവ്യം, നാടകം, ശാസ്ത്രം തുടങ്ങിയവ പഠിച്ചു കഴിയുന്നവർക്കും മോക്ഷം സ്വപ്നത്തിൽ പോലും സിദ്ധിക്കുകയില്ല. അതെന്തുകൊണ്ടെന്നാൽ ആ വ്യക്തി കർമ്മവാസനയാൽ ബദ്ധനാകുന്നു. അക്ഷരമറിഞ്ഞതുകൊണ്ട് സംസാരമാകുന്ന ജന്മവൃക്ഷത്തിന്റെ അജ്ഞാനം അണുവിട പോലും നശിക്കുകയില്ല. ഇവിടെ അക്ഷരം എന്നുള്ളതിന് അക്ഷര ബ്രഹ്മം, നശിക്കാത്ത ബ്രഹ്മം എന്നർത്ഥം പറയാം. അല്ലെങ്കിൽ ഒരു ഭാഷയിലുള്ള അക്ഷരങ്ങൾ എന്നും അർത്ഥം പറയാം. ആ അക്ഷരങ്ങൾ നല്ലപോലെ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷയിൽ പ്രാവീണ്യം നേടുക, ഓരോ ശാസ്ത്രങ്ങൾ പഠിച്ച്
അവയുടെ സൂക്ഷ്മാർത്ഥം ഗ്രഹിക്കുക. അങ്ങനെ അക്ഷരം എന്നുള്ളതിന് ബ്രഹ്മമെന്നും സാധാരണ ഭാഷയിലെ അക്ഷരങ്ങൾ എന്നും അർത്ഥം സ്വീകരിക്കാം. അക്ഷരം എന്നാൽ ഭാഷയുടെ ലിപിയെ കുറിക്കുന്നതല്ല, അനശ്വരമായ പരമ്പൊരുളിനെയാണ് അത് കുറിക്കുന്നതെന്ന് ധരിക്കണം എന്ന് വ്യാഖ്യാതാവ് അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ലിപി അക്ഷരം എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ. അക്ഷരബ്രഹ്മത്തെക്കുറിച്ച് സിദ്ധാന്തപരമായ ജ്ഞാനം നേടിയാൽ പോലും വാസന അല്ലെങ്കിൽ അവിദ്യ ഉള്ളിൽ നശിക്കുന്നില്ലെങ്കിൽ ആത്മജ്ഞാനം പ്രകാശിക്കുകയില്ല. ലക്ഷം കാവ്യങ്ങൾ പഠിച്ചാലും അക്ഷരത്തിന്റെ ലക്ഷണം ഗ്രഹിച്ചാലും, സാധാരണ അക്ഷരങ്ങൾക്ക് ലക്ഷണമില്ലല്ലോ, ബ്രഹ്മത്തിനാണ് ലക്ഷണങ്ങളുള്ളത്. സത്ത്, ചിത്ത, ആനന്ദം, ഇതൊക്കെയാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണങ്ങൾ. അതൊക്കെ സിദ്ധാന്തപരമായി ഗ്രഹിച്ചാലും ഭക്ഷണത്തിനുതകുമെന്നല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല. യജ്ഞാചാര്യൻ എന്ന് പറഞ്ഞാൽ ആൾക്കാര് നിരനിരയായി വന്ന് നമസ്കരിക്കും, ദക്ഷിണ സമർപ്പിക്കും, നല്ല ഭക്ഷണം ലഭിക്കും. പിന്നെ അവര് തരുന്ന ഉപഹാരം എന്തൊക്കെയാവും? പഴങ്ങൾ, പിന്നെ പൂമാല. നമ്മെ ആദരിക്കാൻ വേണ്ടി ജനങ്ങൾ എന്തൊക്കെയോ നമുക്ക് നൽകും. അതെല്ലാം സ്വീകരിച്ച് ഞാൻ സാമാന്യപ്പെട്ടവനല്ല, ഞാനും ഒന്നൊന്നര ആളാണ് എന്ന് ഉള്ളിൽ അഹങ്കരിച്ചാൽ ഈ പഠിച്ചതും പ്രവചിച്ചതും കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കാം. അഹങ്കാരമാണ് കുറയേണ്ടത്, വിനയമാണ് നാൾക്കുനാൾ വർദ്ധിച്ചു വരേണ്ടത്. ലക്ഷം കാവ്യങ്ങൾ പഠിച്ചാലും അക്ഷരത്തിന്റെ ലക്ഷണം ഗ്രഹിച്ചാലും ഭക്ഷണത്തിനുതകുമെന്നല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല. കാവ്യപാരായണം മോക്ഷപ്രാപ്തിക്കുതകുകയില്ല. നിത്യാനിത്യ വസ്തു വിവേകം കൊണ്ട് ആത്മാവിനെ അറിഞ്ഞ് സ്വസ്ഥമായിരിക്കുന്ന സുഹൃതി, സ്വസ്ഥനായിരിക്കുന്ന സുഹൃതി, സുഹൃതി എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്തവൻ, പുണ്യാത്മാവ്, അയാളാണ് മനഃശാന്തി അനുഭവിക്കുക. മനസ്സിന് സ്വസ്ഥതയും സുഖവും വേണം. അതില്ലാതെ എന്തു പഠിച്ചിട്ടെന്ത് കാര്യം, എന്തൊക്കെ നേടിയിട്ടെന്ത് കാര്യം? അവസാനം ഈ നേടിയതെല്ലാം വിട്ടുപോകണം എന്ന ചിന്ത മനസ്സിനെ വല്ലാതെ ബാധിക്കും. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖമുള്ളിലുണ്ടാവും. ഈ പഠിച്ചത് കൊണ്ട് പിന്നെ എന്ത് പ്രയോജനം? അങ്ങനെ നിത്യാനിത്യ വസ്തു വിവേകം കൊണ്ട് ആത്മാവിനെ അറിഞ്ഞ് സ്വസ്ഥനായിരിക്കുന്ന സുഹൃതി വിദ്വാനെന്നും, നിർമ്മലനായുള്ള വിദ്വാൻ അനാദിയായുള്ള കർമ്മബന്ധത്തിൽ നിന്നും വേർപെട്ട് കർമ്മം നശിച്ച് ആനന്ദപ്രാപ്തി ഉണ്ടായി ജീവിതത്തെ സമ്പുഷ്ടമാക്കി കഴിയുമെന്നും അറിഞ്ഞാലും ഒരാളുടെ ജീവിതാവസാനത്തിൽ ജീവിത ധന്യത അയാൾ അനുഭവിക്കണം. എന്നാലേ ആ ജീവിതം സാർത്ഥകമാകൂ. മരിക്കാൻ കിടക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു തൃപ്തിയും സുഖവും തോന്നണം. ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, എത്തേണ്ടിടത്ത് എത്തി, എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല, ആരോടും കടപ്പാടുമില്ല, ആരിൽ നിന്നും ഒന്നും കിട്ടാനുമില്ല, എനിക്ക് അങ്ങോട്ട് കൊടുക്കാനുമില്ല, ഞാൻ സ്വസ്ഥനാണ്, പൂർണ്ണനാണ്. ഇങ്ങനെ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് മരണശയ്യയിൽ കിടക്കുന്നവൻ മരിക്കുന്നില്ല എന്നാണ് അധ്യാത്മശാസ്ത്രം പറയുന്നത്. അയാൾക്ക് മരണമില്ല. കാരണം ജീവിതത്തിൽ നേടേണ്ടതെന്തോ അതയാൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ശാന്തമായുള്ള ഈ കിടപ്പിന്റെ പുറകിലുള്ള രഹസ്യം. അല്ലെങ്കിൽ എന്താ, വല്ലാതെ അസ്വസ്ഥമാവും. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ജപിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണ് മനുഷ്യന്റെ ബുദ്ധിമുട്ട്? അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, ദേവനെ ആരാധിക്കാൻ പറ്റുന്നില്ല, തീർത്ഥാടനം ചെയ്യാൻ പറ്റുന്നില്ല. അല്ല, കുറെയൊക്കെ ചെയ്തില്ലേ സുഹൃത്തെ? ഇനിയെങ്കിലും മതി എന്ന് തോന്നണ്ടേ?
ഈ ശരീരം ഒരു ദിവസം പതിക്കും എന്ന് നല്ല കാലത്ത് എന്തുകൊണ്ട് ചിന്തിച്ച് ബുദ്ധിയെ പാകപ്പെടുത്തിയില്ല? എന്നും ഇങ്ങനെ കർമ്മം ചെയ്ത് കഴിയാം എന്ന് കരുതിയോ? അങ്ങനെ കരുതിയാൽ താങ്കൾ ജീവിതത്തെ പാഴാക്കി കളഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം? അവസാനം കർമ്മത്തിൽ നിന്നുള്ള വിടുതലാണ് നമുക്ക് വേണ്ടത്. അതാണ് മോക്ഷം. പറ്റുന്നിടത്തോളം കർമ്മം ചെയ്തു, പറ്റാതാകുമ്പോൾ സന്തോഷം എന്ന് ബാലകൃഷ്ണൻ നായർ സാർ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ കാസറ്റുകൾ കേൾക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഭക്തനാണ് എന്ന് അഭിമാനിക്കുന്നത് കൊണ്ടും ഒരു കാര്യവുമില്ല. ആചാര്യന്റെ വാക്ക് അക്ഷരം പ്രതി പിന്തുടരുന്നവനാകണം യഥാർത്ഥ ശിഷ്യൻ. അല്ലാതെ അദ്ദേഹം പറഞ്ഞു, കുറെയൊക്കെ കേട്ടു, ഞാൻ പണ്ടത്തേതുപോലെ തന്നെ ദുഃഖിച്ച് തന്നെ കഴിയും എന്ന് വിചാരിച്ചാൽ ഈ കേട്ടത് കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് പുണ്യം ചെയ്തയാൾ വിദ്വാനാണ്. അയാൾ ചിത്തശുദ്ധി നേടി ശാശ്വതമായ സുഖം ഉള്ളിൽ അനുഭവിക്കുന്നു. അയാൾക്ക് നിരന്തരമായ ആനന്ദപ്രാപ്തി ഉണ്ടാകുന്നു. അയാൾ ജീവിതത്തെ സാർത്ഥകമാക്കി തീർക്കുന്നു. ജ്ഞാനമില്ലെന്നാകിലും അക്ഷരമറിഞ്ഞവൻ ആനന്ദപ്രദനാകും. ഈശ്വര ചരിത്രങ്ങൾ പലതും കേട്ടും ഉള്ളിൽ ചിന്തിച്ചും അനുദിനം പല നാൾ പല കാലം പല ജന്മങ്ങളേവം കഴിഞ്ഞാലൊരു ജന്മം തന്നിലീശാനുഗ്രഹാത് കഴിവന്നിടും ആത്മസ്വരൂപം കണ്ടിടുവാൻ. എല്ലാവർക്കും ഈ സൂക്ഷ്മമായ ആത്മതത്വത്തെ വായിച്ച് മനസ്സിലാക്കി അനുധാവനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെയാണ് ഉത്തരം. സംശയമൊന്നുമില്ല. അപ്പൊ പിന്നെ എന്തു ചെയ്യും? ഈ ആത്മതത്വത്തെക്കുറിച്ച് വേദാന്ത ശാസ്ത്രം പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലേ? ഉണ്ട്, എല്ലാവർക്കും രക്ഷയുണ്ട്. ജ്ഞാനമില്ലെന്നാകിലും ഈ ഉപനിഷത്ത് വ്യക്തമാക്കി തരുന്ന ആ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിലും അക്ഷരമറിഞ്ഞ് ഈ ആത്മതത്വം എന്താണെന്ന് നമുക്ക് പറ്റുന്നിടത്തോളം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ആനന്ദപ്രദനാകും ഈശ്വര ചരിത്രങ്ങൾ പലതും കേട്ടും ഉള്ളിൽ ചിന്തിച്ചും അങ്ങനെ കഴിഞ്ഞാലും മതി. എങ്ങനെ കഴിഞ്ഞാൽ മതി? ഈ തത്വാഭ്യാസം, തത്വ വിചിന്തനമൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല, സാരമില്ല. ഭഗവാൻ എന്നൊരു തത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം നമ്മുടെ ദുഃഖങ്ങളെ പരിഹരിക്കും എന്നുള്ള ദൃഢവിശ്വാസമുണ്ടോ? അദ്ദേഹം നമുക്ക് ആനന്ദത്തെ ഇന്നല്ലെങ്കിൽ നാളെ പ്രദാനം ചെയ്യും എന്നുള്ള വാക്കുകൾ ശാസ്ത്രങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതിൽ വിശ്വാസം ജനിക്കുന്നുണ്ടോ? ആനന്ദപ്രദനാകും ഈശ്വര ചരിത്രങ്ങൾ, ഭഗവാന്റെ ലീലാവിശേഷങ്ങൾ, അവതാര കഥകൾ, അത് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഇഷ്ടമുണ്ടോ? ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ അവതാര കഥകളും ലീലകളുമൊക്കെ വായിച്ച് നിങ്ങളുടെ മനസ്സ് പുളകിതമാകുന്നുണ്ടോ? മതി, മതി, മതി. ആനന്ദപ്രദനാകും ഈശ്വര ചരിത്രങ്ങൾ പലതും കേട്ടും ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ മഹത്വത്തെ വെളിവാക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ കേട്ടും ഉള്ളിൽ ചിന്തിച്ചും ആ കേട്ട ഭഗവൻ മാഹാത്മ്യത്തെ ഉള്ളിൽ ചിന്തിച്ചും അനുദിനം ഒന്നോ രണ്ടോ ദിവസം പോരാ, രാമായണ മാസത്തിൽ മാത്രം പോരാ, ഭാഗവത സപ്താഹം നടക്കുമ്പോൾ മാത്രം പോരാ, അനുദിനം എല്ലാ ദിവസവും
365 ദിവസവും പല നാൾ, പല ദിവസം, പല കാലം, പല കൊല്ലങ്ങൾ പോരാ, പല ജന്മങ്ങളേവം, അനേകം ജന്മങ്ങളിൽ ഈ ഭഗവത് കഥകളെ കേട്ട് ഉള്ളിൽ ഭക്തി വർദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഭഗവാനിൽ എന്തെന്നില്ലാത്ത ഒരു പ്രേമം, ഇഷ്ടം തോന്നി അദ്ദേഹത്തെ മറക്കാൻ പറ്റാതെ ഉള്ളിൽ കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ, പല ജന്മങ്ങളേവം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണല്ലോ നമുക്കറിയേണ്ടത്. ഒരു ജന്മം തന്നിൽ ഈശ്വരാനുഗ്രഹാതെ കഴിവന്നിടും ആത്മസ്വരൂപം കണ്ടിടുവാൻ. ആ നിരന്തരമായ ഭഗവത് ഭജനത്തിലൂടെ ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതരാകും നാം. ആ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് കഴിവന്നിടും, നമുക്ക് കഴിയും, കഴിവുണ്ടാകും. എന്തിന്? ആത്മസ്വരൂപം കണ്ടിടുവാൻ. ആ ഭഗവാൻ തന്നെയാണ് പരമാത്മാവ്. ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി സത്വമായയിൽ ഈ ആത്മാവ് പ്രതിഫലിക്കുമ്പോഴാണ് ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഈശ്വരനെ ഭജിച്ചാൽ, നിരന്തരം ധ്യാനിച്ചാൽ, അത് തന്നെ ആത്മസ്വരൂപത്തെ കാണാനുള്ള അനുഗ്രഹമായി നമ്മിൽ പതിക്കും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ഈ അദ്വൈതത്തിൽ താത്പര്യമുണ്ടാകുന്നത് തന്നെ തികഞ്ഞ ഈശ്വരാനുഗ്രഹമാണ്. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന. അദ്വൈതത്തിൽ ഒരു താത്പര്യം, അതിൽ ഒരു പ്രതിപത്തി, ഒരിഷ്ടം, ആധ്യാത്മിക സദസ്സുകളിൽ ചെന്നിരിക്കാൻ തോന്നുക എന്നുള്ളത് തന്നെ നിസ്സീമമായ ഈശ്വരാനുഗ്രഹത്തിന്റെ തെളിവാണ്. ഇതിൽ കവിഞ്ഞ് എന്തനുഗ്രഹമാണ് നമുക്ക് കിട്ടേണ്ടത്? അദ്വൈതത്തിൽ താത്പര്യം ജനിക്കുക. അങ്ങനെ ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ തന്നെ ആത്മസ്വരൂപത്തെ കാണാനുള്ള ഒരു ഭാഗ്യം ഈശ്വരൻ നമുക്കുണ്ടാക്കി തരും. ആരെയെങ്കിലും ഒക്കെ ഈ സത്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ആ ഭഗവാൻ തന്നെ അയക്കും. അത് നമ്മൾ കേൾക്കാനിടയാകും. കേട്ട് യഥാർത്ഥ ഈശ്വര സ്വരൂപം എന്താണ് എന്ന് അറിയാൻ കഴിയും. അങ്ങനെ ഈ ആത്മാവിനെ കണ്ടെത്താനും കഴിയും. ആത്മസ്വരൂപം കണ്ടിടുവാൻ കഴിവന്നിടും. കഴിവന്നിടും എന്ന് പറഞ്ഞാൽ അതിനുള്ള കഴിവുണ്ടാകും. ഇങ്ങനെ ഈശ്വര ഭജനത്തിലൂടെയും നമുക്ക് ആത്മജ്ഞാനം കൈവരിക്കാവുന്നതാണ്. എന്തുകൊണ്ട്? ഈ ആത്മാവ് തന്നെയാണ് ഈശ്വരനായി പ്രകടമാകുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഭഗവാനിൽ ഭക്തി ഉണ്ടാകണം. ഭക്തിയാണ് ഉണ്ടാകേണ്ടത്. ഭഗവാനോട് ഇഷ്ടമാണ് തോന്നേണ്ടത്. ഭഗവാനോട് പ്രേമമാണ് നമുക്ക് തോന്നേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ചെയ്ത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരണം ഭഗവാൻ. സ്വന്തം ശരീരത്തെക്കാളും, കുടുംബത്തെക്കാളും, ധനത്തെക്കാളും, പ്രശസ്തിയെക്കാളും, സ്വത്ത് വകകളെക്കാളും എല്ലാം പ്രിയപ്പെട്ടവനായി തീരണം ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ. അതാണ് ഈശ്വരനോടുള്ള യഥാർത്ഥമായ ഭക്തി അല്ലെങ്കിൽ സ്നേഹം. സാരം വായിക്കാം. ജ്ഞാനമില്ലെങ്കിലും അക്ഷരം, അതായത് നശിക്കാത്ത വസ്തുവായ പരമ്പൊരുളിനെ അറിഞ്ഞ് ആനന്ദപ്രദമാകുന്ന ഈശ്വര ചരിത്രങ്ങൾ പലതും കേട്ട് ഉള്ളിൽ സദാ സമയവും ചിന്തിച്ച് പല നാൾ, പല കാലം, പല ജന്മങ്ങൾ കഴിഞ്ഞാൽ ഒരു ജന്മത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആത്മസ്വരൂപത്തെ കാണുവാനുള്ള കഴിവ് വരുമെന്നും അറിഞ്ഞുകൊള്ളുക. കൃഷ്ണൻ എന്താ പറയുന്നത്? ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭഃ. ഇതിനപ്പുറം വേറെ എന്തു വേണം? അനേക ജന്മങ്ങളുടെ ഒടുവിൽ എന്ന് പറഞ്ഞാൽ നിരന്തരമായ ഈശ്വര ഭജനത്തിന്റെ ഒടുവിൽ
പല ജന്മങ്ങളായുള്ള ഈശ്വരാരാധനയുടെ ഒടുവിൽ ഒരു ജീവൻ ആ സത്യത്തെ കണ്ടെത്തും. എന്താണ് ആ സത്യം? വാസുദേവ സർവമിതി. വാസുദേവനാണ് ഈ കാണുന്നതെല്ലാം, ഈശാവാസ്യമിതം സർവം എന്നുള്ള പരമാർത്ഥം ആ ഭക്തൻ കണ്ടെത്തും. സ മഹാത്മാ സുദുർലഭ. അങ്ങനെയുള്ള മഹാത്മാവ് വളരെ അപൂർവമായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾക്ക് മഷിയിട്ട് നോക്കിയാലും ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. അത്ര അപൂർവമായിരിക്കും അങ്ങനെയുള്ള മഹാത്മാവിന്റെ ദർശനം. അതുകൊണ്ട് ഈശ്വര ഭജനത്തിലൂടെ ഈ ആത്മാവിനെ നമുക്ക് അറിയാൻ കഴിയും. ഉള്ളിൽ അകളങ്കമായ അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഭക്തിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ ഭക്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഈശ്വര പ്രേമം തന്നെയാണ് എന്നും നാം മനസ്സിലാക്കണം. അങ്ങനെ 17ാമത്തെ ശീർഷകം അവസാനിക്കുന്നു. അടുത്തത് 18ാമത്തെ ശീർഷകമാണ്. ഭൗതിക ജീവിതം എന്നാണ് അതിൻ്റെ പേര്. ഭൗതിക ജീവിതത്തെക്കുറിച്ച് ആചാര്യന് എന്താണ് പറയാനുള്ളത് എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.